എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ്സ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നടി അവരുടെ പേര് രേവതിയാണ്. നടി രേവതിയായിരുന്നു. രഞ്ജിത്തിന് രേവതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഏത് സമയത്ത് ഫോണിലൂടെയാണെങ്കിൽ നേരിട്ടും രഞ്ജിത്ത് രേവതിയോട് ഇഴുകി ചേർന്നുകൊണ്ട്. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. അപ്പം പുതിയതായിട്ടൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ രഞ്ജിത്ത് രേവതി, അതാണ് ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സത്യത്തിൽ. അപ്പം അത് സംഭവം എന്ന് പറഞ്ഞാൽ രഞ്ജിത്തിന് എതിരെ ഒരാൾ മോശമായിട്ടുള്ള രീതിയിലല്ല, രഞ്ജിത്ത് അയാളോട് മോശമായിട്ടുള്ള രീതി പെരുമാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്നലെ മെനഞ്ഞാന്ന് രാത്രി ഒരു 10 മണിയൊക്കെ ഇപ്പം മീഡിയയിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ആ സമയത്ത് രഞ്ജിത്തിന്, അതായത് അദ്ദേഹത്തിൻ്റെ ന്യൂഡ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഡയറക്ടർ രഞ്ജിത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതാർക്കാണ് സാർ അയച്ചു കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പം പറഞ്ഞു നടി രേവതിക്കാണെന്ന് പറയുന്നു. അതാണിപ്പോൾ ആയിരിക്കുന്നത്. ഈ അന്ന് കാലത്ത് 2012-13 സമയത്ത് ഈ ഒരു വിഷയമാണ് കേട്ടോ. അത് നടി രേവതി എന്ന് പറയുന്നു. ഏത് രേവതി? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം എല്ലാവരും ട്രോൾ ചെയ്യുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള രേവതി ഉണ്ടല്ലോ, ഈ ലാലേട്ടൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ച ദേവാസുരം, അവരെയാണ് എല്ലാവരും ഇത് ചെയ്യുന്നത്. അതിന് എന്താണ് തെളിവ്? ഞാൻ ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതിന് തെളിവും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോ ക്ലിപ്പിലോട്ട് പോകാം. ആ ചെറുക്കൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം. ചിത്രങ്ങളൊക്കെ എടുത്ത് ആർക്കൊക്കെ അയച്ചു കൊടുത്തു എന്നൊക്കെ നിങ്ങൾ ആ പരാതി പറയുന്നുണ്ടല്ലോ. അതെ, അത് എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ്സ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്, മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പേര് രേവതിയാണ്. നടി രേവതിയായിരുന്നു. അവരുടെ പേര് രേവതിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. സോ രേവതിയായിട്ട് രഞ്ജിത്തിന് ബന്ധമുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഇല്ല, അവര് എൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത്. അപ്പോൾ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു. രേവതി ഉണ്ട്, അവർ നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ബാംഗ്ലൂരിലെ റൂമിൽ വെച്ചിട്ടാണ് ഈ സംഭവം. അവിടെ ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ പാക്കപ്പ് ആയതിനു ശേഷം ഓഡിയോ ലോഞ്ചോ അങ്ങനെ എന്തോ ബന്ധപ്പെട്ടിട്ടാണ് ആൾ ഉണ്ടായിരുന്നത്. ആൾ അവിടുന്ന് എന്നോട് പറഞ്ഞത് അതിനുശേഷം അബുദാബിയിൽ എന്തോ ഒരു ഫംഗ്ഷന് പോയി, എന്തോ ഫിലിം ഫെയർ എന്തോ അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരികയാണ്. സോ ആൾ ബാംഗ്ലൂരിൽ എത്തുമെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്കിപ്പം കാര്യം മനസ്സിലായി കാണുമല്ലോ. അപ്പം ഒരു ആക്ടർ രേവതിക്ക് അയച്ചു കൊടുത്തു എന്നുള്ള രീതിയിലാണ് ഈ സംസാരിക്കുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ ട്രോളും കാര്യങ്ങളും പറയണ്ടല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് സ്റ്റോറി ചെയ്തിട്ടുള്ള മിക്കതിലും രേവതി ഉണ്ട്. ഏത് ദേവാസുരം, മായാമയൂരം, രാവണപ്രഭു, നന്ദനം, മിഴണ്ടിലും, ഇന്ത്യൻ റുപ്പി, പെൺപട്ടണം. അപ്പം എല്ലാവരും ചോദിക്കുന്നത് രേവതിയാണെന്ന് ആർക്കും ഒരു സംശയമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് മൊത്തം. പിന്നെ ട്രോളും എൻ്റെ അമ്മ 5 ട്രോളുകളാണെന്ന് വെച്ചോ. പിന്നെ പോരാത്തതിന് WCC സ്ത്രീകൾക്ക് വേണ്ടി പൊരുതാനും സ്ത്രീകൾക്ക് വേണ്ടി എന്തിനും മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയും, എന്താ പറയുക, എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ, പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിലും അത്യാവശ്യം ഇത് കയറി കത്തി തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിലാണ് കത്തി കൂടുതലും തുടങ്ങിയത്. എല്ലാ ന്യൂസിലോ കാര്യങ്ങളോ ഇതൊന്നും അങ്ങനെ വലുതായിട്ട് വന്നിട്ടില്ല ഈ കാര്യങ്ങൾ. കാരണം ഞാൻ പറയാം, ഇതൊരു ട്വിസ്റ്റ് ആയിപ്പോയി. ഇത് തിരിഞ്ഞ് WCC എടുത്തിട്ട് പോവുകയാണെങ്കിൽ ന്യൂസുകാർക്കൊരു ഇത് ഗുമ്മുണ്ടാകത്തില്ല. കാരണം ഇന്ന നടൻ എന്ന് പറഞ്ഞ് അങ്ങ് പോകണം. ഇത് തിരിച്ച് ഇവരുടെ അടുത്തോട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഇതില്ല. എല്ലാം കണക്കാലോ എന്നും പറഞ്ഞിട്ട് മീഡിയക്കാർക്ക് ആഘോഷിക്കാൻ ഒരു വക കിട്ടത്തില്ല. പക്ഷെ ഇത് യൂട്യൂബേഴ്സിനൊക്കെ എന്താ പറയണ്ടേ, ഈ മഴയില്ലാത്തടത്ത് മഴ പെയ്യുന്ന പോലെ ആയിരിക്കും. ഓക്കെ, എന്തായാലും ഈ ട്രോള് പിന്നെ പണ്ട് പിന്നെ രഞ്ജിത്തിൻ്റെയും രേവതിൻ്റെയും സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ 3-4 ദിവസം മുമ്പ് വന്നപ്പോൾ ഉണ്ടായിരുന്നു. ചില മഞ്ഞപ്പത്രത്തിലൊക്കെ വരുന്ന പോലെ. എന്തായാലും ഞാൻ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തുതരാം. രഞ്ജിത്തിന് രേവതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഏത് സമയത്ത് ഫോണിലൂടെയാണെങ്കിൽ നേരിട്ടും രഞ്ജിത്ത് രേവതിയോട് ഇഴുകി ചേർന്നുകൊണ്ട് മനസ്സും തമ്മിൽ ഒന്നിച്ച്, അവർ ശരീരവും മനസ്സും ഒന്നിച്ച് അങ്ങനെ യാത്ര ചെയ്തു. അതിലൊരു കുട്ടി ജനിച്ചു. ഈ സമയത്താണ് ഭാര്യ അറിയുന്നത്. ഭാര്യ ആകെ പ്രശ്നമായി.
പിന്നീട് അവർക്ക് മാനസിക നില തെറ്റി. കാരണം അത്രയും അവർ രഞ്ജിത്തിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. മാനസിക നില തെറ്റി അവർ ഭ്രാന്തിയായി എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം തന്നെ ഈ രേവതി പ്രശ്നം വാർത്തകളായി. രേവതി ഗർഭിണിയാണെന്നുള്ള വിവരം പുറത്തു വന്നു. അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി. അങ്ങനെ അവസാനം എന്തായി, രേവതി ഇപ്പോൾ അവസാനം പറഞ്ഞ മറ്റൊരു ഡോണറുടെ ഒരു കുട്ടിയെ ദത്തെടുക്കുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. രേവതി കുറച്ച് ഫേസ്ബുക്ക് അമ്മമാരുടെ കമന്റ്സ് പോലെ അയാളുടെ സംസാരം കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഓക്കെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും, അതൊന്നും നമുക്ക് അറിയത്തില്ല സത്യത്തില. ഇവിടെ നമുക്ക് വേണ്ടത് പ്രൂഫും കാര്യങ്ങളും അത്യാവശ്യമൊക്കെയാണ്. ഓക്കെ, കാരണം ഇപ്പം നടൻ ജയസൂര്യ സംബന്ധമായിട്ട് വന്നതും തെളിവ് പറഞ്ഞ വ്യക്തികളും അതൊക്കെ പുറകിലോട്ട് പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന കുറേ ഇനങ്ങളാണ് എന്ന് പറയുന്ന പോലെ തന്നെ. ഇപ്പോൾ ഒരു രേവതി എന്ന് പറഞ്ഞൊരു പേര് പറയുമ്പോൾ കയറി അങ്ങോട്ടങ്ങ് കയറി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ എത്ര രേവതിമാർ കാണും? ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രേവതി അല്ലെങ്കിലോ ഒരു നിമിഷം അങ്ങനെ ആവാം. ഒരു പക്ഷേ ഇവർ തമ്മിൽ റിലേഷൻ ആണെങ്കിൽ പോലും ഈ രേവതിക്ക് അല്ലെങ്കിലോ ഇട്ടുകൊടുത്ത് അങ്ങനെയും ചിന്തിക്കാം. പറയുമ്പം അങ്ങനെയും പറയണമല്ലോ. ഓക്കെ, അപ്പം എന്തായാലും ട്രോൾ എൻ്റെ അമ്മോ 5 ട്രോളും കാര്യങ്ങളുമാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്തോ ചില ഇതിനകത്ത് അത് പണ്ട് കുറേ കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പ്രൊഡ്യൂസർ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇത് മനസ്സിലായി കാണും. യൂത്ത് ആയിട്ടുള്ളവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി, അതൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ സത്യമായിരിക്കും, ഇവളൊക്കെയാണോ വന്ന് പെണ്ണുങ്ങൾക്ക് നീതി ഉണ്ടാക്കി കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് മീഡിയയിൽ ഒരു ചർച്ചയല്ല, ആർക്കത് ചർച്ചയാക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ. കാരണം ഇവിടെ അത് ചർച്ചയായാൽ എന്താ പറയണ്ടേ, രണ്ടും കണക്കാന്നുള്ള രീതിയിലൊക്കെ കഥകൾ പോവും. പിന്നെ മീഡിയക്കാർക്ക് ഒരു 2 ദിവസം കൂടെ കാണത്തുള്ളൂ ഇതൊക്കെ ആഘോഷിക്കാൻ, പിന്നെ അങ്ങ് ഇതായിപ്പോവും. പറഞ്ഞല്ലോ 5-6 ദിവസം മുമ്പ് ഈ വീഡിയോസും കാര്യങ്ങളും ഇതിൻ്റെയൊക്കെ തമ്പിലൈനാണ്. അതെടുത്തിട്ടൊക്കെയാണ് ഓരോരുത്തന്മാർ കയറി ഇത് നടത്തുന്നത്. രേവതിയുടെ കുഞ്ഞിൻ്റെ ഡോണർ രഞ്ജിത്ത് ഗർഭിണിയാക്കി ഉപേക്ഷിച്ചു, ഭാര്യയെ ചുരുട്ടി മൂലയൊക്കെ എറിഞ്ഞു. ഇതൊക്കെയാണ് തമ്പിലൈനും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. രേവതിയെ ഗർഭിണിയാക്കി, ഭാര്യ ഭ്രാന്തായി, പോരാന്ന് മമ്മൂട്ടിയുടെ നായികയെ കയറി പിടിച്ച് രഞ്ജിത്ത്. ഇതൊക്കെയാണ് ന്യൂസിലും വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസിലല്ല, ഈ പറയുന്ന സോഷ്യൽ മീഡിയ യൂട്യൂബിലൊക്കെ കൂടുതൽ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ആ ചെറുക്കൻ വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുകയും ചെയ്തു. അത് തിരിഞ്ഞിനി എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഈ രേവതി എന്നുള്ള രീതിയിൽ തന്നെ ആവാം, ആവാതിരിക്കാം. ഇത് രേവതി, ആക്ട്രസ് രേവതി എന്നുള്ളൊരു പേര് മാത്രമേ വന്നിട്ടുള്ളൂ സത്യത്തില. ഇതിൻ്റെ ഉറവിടമൊക്കെ എടുത്ത് പഴയതൊക്കെ കുത്തിപ്പോക്കുവാണെങ്കിൽ യൂട്യൂബിൽ നിൽക്കത്തില്ല സത്യത്തിൽ. അവരിതുവരെ ആയിട്ട് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം പ്രതികരിക്കണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ കുറേ ആൾക്കാർ കമൻ്റ് ഇടാറുണ്ട്. കമൻ്റ് ഇട്ടിട്ട് പറയും, ഇതെന്താ പുരുഷന്മാർക്ക് എന്താ നീതിയില്ലാത്ത, പെണ്ണുങ്ങൾക്ക് എന്ത് ആവാന്നുള്ള രീതിയിലാണ്. സിസ്റ്റം അങ്ങനെ ആയിപ്പോയി, ഏകദേശം സിസ്റ്റം കാര്യങ്ങളും അങ്ങനെ ആയിപ്പോയി. പക്ഷെ ഇതിപ്പം സത്യത്തിൽ ഇത് കാര്യങ്ങൾ അന്വേഷിക്കാനാണ് വേണ്ടത്. ഇത് ചുമ്മാ വെറുതെ തള്ളിക്കളയരുത്. കാരണം ആ കാലഘട്ടത്തിൽ ഏത് വർഷമാണ്, ആ സമയത്ത് അയാൾ ഉപയോഗിച്ച സിമ്മ്, ആ സമയത്ത് ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ, അന്വേഷിച്ചിട്ട് പോയാൽ ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടാം. ആരാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നല്ല, ആരാണ് ഈ അയച്ചു കൊടുത്തത്, എന്തിനാണ്, എങ്ങനാണ് എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹേമ കമ്മിറ്റിയിലെ ഈ പ്രതിയുടെ പേരൊക്കെ എന്തിന് പുറത്തു വിടണമെന്നൊക്കെ ഉള്ള രീതിയിൽ ഈ പറയുന്ന രേവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇപ്പം അവർ പേരൊക്കെ പറയാത്തെന്നുള്ള രീതിയിലും സംസാരം വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ, ആ കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഈ ചെറുക്കൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായിട്ടുള്ള കാര്യം തന്നെ. അത് തപ്പിപ്പോയി എന്ന് വെച്ചാൽ കേരള പോലീസ് സ്ട്രേറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന ആളും ഉണ്ടെങ്കിൽ പെട്ടിരിക്കും. പിന്നെ രഞ്ജിത്താണ് കക്ഷി. ഇവിടെ ചിലപ്പം രഞ്ജിത്ത് അറിയാലോ, പഴയ സഖാവാണ്, പഴയ വലിയ പുള്ളിയാണ്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും. അങ്ങനെ പോവുകയാണെങ്കിൽ എനിക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ ഈ കേസ് അങ്ങ് ആയി പോകാനും ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടറിയാം എന്തൊക്കെയാണെന്ന്. ഓക്കെ ഗൈസ്, ബൈ, ലവ് യു ഓൾ.